ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മത്സരങ്ങളിലും ഇന്ത്യ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കി. ആദ്യ മത്സരത്തിൽ ഒരുപക്ഷെ ഏകപക്ഷീയമായൊരു വിജയമെന്ന് പറയാം. രണ്ടാം മത്സരത്തിൽ ഒരു എന്താ പറയുക, ആവേശ പോരാട്ടം എന്ന് പറയാൻ കഴിയുന്നൊരു മത്സരം. സ്വാഭാവികമായിട്ട് ഇംഗ്ലണ്ട് ഒരു മുറിവേറ്റ അവസ്ഥയാണ്. ഇന്ത്യൻ യുവനിരയായിട്ട് കളിക്കാൻ വന്നിട്ട് ആദ്യത്തെ 2 മത്സരങ്ങളും പരാജയപ്പെടുക. അതിൽ രണ്ടാമത്തെ മത്സരം ഒരുപക്ഷെ വിജയിക്കാമായിരുന്നു എന്നൊരു സാഹചര്യത്തിൽ നിന്ന് പിന്നീട് കൈവിട്ടു പോകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യനെ 40-6 എന്ന രീതിയിൽ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് പറയുന്ന ആർച്ചർ വരെ ഒരുപാട് റൺസ് വഴങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് രാജ്കോട്ടിലേക്ക് 3ാം T20 മത്സരത്തിന് വരുമ്പോൾ ഇംഗ്ലണ്ട് ഒരുപാട് കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും അതിനെ നേരിടാൻ ഇന്ത്യയെ കൃത്യമായിട്ടുള്ള പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ടാവും. എന്താണ് രാജ്കോട്ടിലെ ഒരു സാഹചര്യം? രാജ്കോട്ടിലെ പിച്ച് പറഞ്ഞാൽ ഇന്ത്യൻ ടീമിന് ഒരു ഭാഗ്യ പിച്ചാണെന്ന് തന്നെ പറയാൻ പറ്റും. ബാറ്റ്സ്മാരുടെ പ്രതീക്ഷ എന്നാണ് ഇപ്പോൾ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. കാരണം കഴിഞ്ഞ ഇന്ത്യയുടെ T20 മത്സരങ്ങളെല്ലാം നോക്കിയാൽ ഇന്ത്യക്ക് മികച്ച റിസൾട്ട് അല്ലെങ്കിൽ ഒരു മത്സരം മാത്രമേ ഇന്ത്യ രാജ്കോട്ടിൽ തോറ്റിട്ടുള്ളൂ. അതെ, രാജ്കോട്ടിൽ ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ എന്ന് പറയുന്നത് 189 റൺസാണ്. അത് T20-ലെ ഒരു മികച്ച സ്കോർ എന്ന രീതിയിൽ പറയാം, ഒരു ശരാശരി എന്ന കണക്കെടുക്കുന്ന സമയത്ത്. മാത്രമല്ല അവിടുത്തെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 228 റൺസ് ഇന്ത്യ നേടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ തൊട്ട് മുന്നത്തെ മത്സരത്തിൽ 2023 ആ മത്സരത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ബാറ്റിങ്ങിന് ഒരുപാട് ഗുണകരമാകുന്ന ഒരു തരത്തിലുള്ള പിച്ചാണ് എന്ന് പറയാം. അതുപോലെ തന്നെ പേസർമാർക്ക് ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ലോവർ ബോളുകളും അതുപോലെ തന്നെ കട്ടറുകളൊക്കെ എറിഞ്ഞ് ബാറ്റ്സ്മാൻമാരെ ഒന്ന് ചലഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ മാത്രമല്ല കളി പുരോഗമിക്കും തോറുമാണ് സ്പിന്നിന് ഒരു സപ്പോർട്ട് കിട്ടുന്നത്. ഫസ്റ്റ് ബാറ്റ് നിർണായകമാകുന്ന ഒരു പിച്ച് കൂടിയാണ്. അതെ, അപ്പോൾ ഈ അർത്ഥത്തിൽ ഇന്ത്യൻ ടീമിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഇന്ത്യൻ ടീമിലേക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ പിന്നെ കഴിഞ്ഞ മത്സരങ്ങളിൽ ഫോം ആവാതിരുന്ന അല്ലെങ്കിൽ വിക്കറ്റ് എടുക്കാൻ പറ്റാതിരുന്ന രവി ബിഷ്ണോയ്ക്ക് പകരം നമ്മുടെ സ്റ്റാർ പേസർ ഇപ്പം പുറത്തിരിക്കുന്ന മുഹമ്മദ് ഷമിയെ ചിലപ്പം ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയേക്കാം. കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ഷമിക്ക് ഇതുവരെ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ പറ്റിയിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീമിന് ഇറങ്ങുന്നതിന് മുമ്പ് ഷമി എന്തായാലും പിന്നെ ഫിറ്റ്നസ് തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഷമിയെ എല്ലാ മത്സരവും പുറത്തെടുത്തും തോന്നുന്നില്ല. നാളത്തെ മത്സരം പിന്നെ ഷമി കളിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞിരുന്നത് എന്താ തന്നെ നിർണായകം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനാണ് നാളത്തെ മത്സരം കൂടുതൽ നിർണായകം. കാരണം നാളത്തെ മത്സരം തോറ്റാൽ പരമ്പര നഷ്ടപ്പെടും, 3-0 അവസ്ഥയിലേക്ക് പോകും, പിന്നെ പരമ്പരയിലേക്ക് തെറ്റും. അപ്പോൾ നാളെ ഈ പരമ്പര തന്നെ ലൈവായി നിൽക്കണമെങ്കിൽ ബട്ട്ലർ സംഘത്തിന് നാളെ ജയിച്ചേ പറ്റും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രാജ്കോട്ടിൻ്റെ പിച്ചിൻ്റെ സ്വഭാവവും ഇന്ത്യൻ താരങ്ങളെ ഇപ്പം നമ്മൾ സഞ്ജുവിനെ ആർച്ചർ വീഴ്ത്തുന്ന പോലെ അവർ IPL ഒരുപാട് ഗുണകരമായ താരങ്ങളാണ് ഇംഗ്ലണ്ടിൻ്റെ കയ്യിലുള്ളത്, ബട്ട്ലറും ആർച്ചറും പോലുള്ളവർ. അപ്പോൾ അവർ നല്ല പ്ലാനോടെ തന്നെ ആയിരിക്കും നാളെ രാജ്കോട്ടിലേക്ക് ഇറങ്ങുക. പക്ഷെ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവിൻ്റെയൊക്കെ ഭാഗ്യ പിച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം പറഞ്ഞ പോലെ കഴിഞ്ഞ മത്സരം ഇന്ത്യയുടെ ഹൈസ്കോർ രാജ്കോട്ടിലെ കഴിഞ്ഞ 2023 നടന്ന മത്സരത്തിലാണെന്ന് പറഞ്ഞു. അന്ന് തകർത്തടിച്ചത് ഇന്നത്തെ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവാണ്. അതെ, അന്ന് നായകനായിട്ട് കളിച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ സൂര്യകുമാർ യാദവ് അന്ന് തകർത്ത സെഞ്ചുറി അടിച്ചെങ്കിൽ ഒരു പക്ഷേ സ്വന്തം ക്യാപ്റ്റൻസിയിൽ വരുമ്പം അത് സൂര്യയുടെ പവർ കാണാൻ പോകുന്നുള്ളൂ. അതിന്റെ സൂര്യതാണ്ഡവം എന്നൊക്കെ പറയുന്ന പോലെ ആ 360യുടെ പവർ നാളെ ശരിക്കും കാണാൻ പറ്റുന്നു ഉറപ്പാണ്. മാത്രമല്ല വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ സമയത്ത് യുവതാരങ്ങൾക്ക് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യാൻ വന്നവനായിട്ട് അതെ തിലക് വർമ്മക്കൊക്കെ വേണ്ടി പൊസിഷൻ മാറിക്കൊടുത്തൊരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിന്റെ ഒരു കോൺഫിഡൻസും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇംഗ്ലണ്ട് പര്യടനത്തിലേക്ക് വന്ന സമയത്ത് ആദ്യം 2 മത്സരത്തിലും ഇപ്പൊ ഈ മത്സരത്തിൽ 2ാമത്തെ മത്സരത്തിൽ ഒരു മികച്ച തുടക്കം കിട്ടിയെങ്കിൽ കൂടി അതൊരു മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യം കൂടി പറയുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ഒരുപാട് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ സൂര്യകുമാർ യാദവ് ഒരു മികച്ച പ്രകടനം സൂര്യകുമാർ യാദവിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും എന്നാണ്. ഈ ക്യാപ്റ്റന്റെ ഫോമിലേക്ക് പിന്നെ ഒരു ഇതിലേക്ക് ഇപ്പം സൂര്യകുമാർ യാദവിന്റെ യഥാർത്ഥ ഫോമിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ 2 മത്സരങ്ങളിലും. അപ്പം നാളത്തെ മത്സരം അദ്ദേഹത്തിന് ഒരു പിന്നെ നല്ല റെക്കോർഡുള്ള പിച്ച് തന്നെ ആയതുകൊണ്ട് സൂര്യ തൻ്റെ മുഴുവൻ ശക്തിയും പുറത്തെടുക്കുന്ന ഏകദേശം ഉറപ്പാണ്. അപ്പം ബട്ട്ലർക്ക് സംഘത്തിന് ചെറുതായിട്ട് നന്നായിട്ട് വിയർക്കേണ്ടി വരും സൂര്യകുമാറിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്, അത് ഉറപ്പാണ്. കാരണം സൂര്യക്ക് തിരിച്ചു വരേണ്ടത് ഈ പരമ്പര കയ്യിൽ മാത്രമല്ല, ഈ പരമ്പര വിജയം മാത്രമല്ല, തൻ്റെ കഴിവ് തൻ്റെ ഫോം ഔട്ടല്ല ഇത് തെളിയിക്കേണ്ട കൂടി ബാധ്യത കൂടി സൂര്യകുമാറിന് ഉണ്ട്. ഈ പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായ ഈ പിച്ചിൽ അതെന്തായാലും അദ്ദേഹം പുറത്തെടുക്കുന്നത് ഉറപ്പാണ്. കഴിഞ്ഞ മത്സരം നമ്മൾ പറഞ്ഞപ്പം അന്ന് കൂറ്റനടികൾ വൻ തകർത്ത അടിയായിരുന്നു. സൂര്യയുടെ ഏറ്റവും മികച്ച ഇന്നിങ്സുകൾ ഒന്നായിരുന്നു കഴിഞ്ഞ രാജ്കോട്ടിലെ മത്സരം നടന്നത്. അപ്പം അതിന് മുന്നേ പറയുമ്പോൾ നമുക്ക് 113 റൺസാണ് സൂര്യകുമാർ എടുത്തത്. അപ്പോൾ ഒരു മികച്ച ഇന്നിങ്സാണത്.
അപ്പം അതുപോലെ തന്നെ വീണ്ടും ഒരു സെഞ്ചുറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന് മുന്നേ നമ്മളിപ്പം രാജ്കോട്ടിലെ 5 മത്സരങ്ങളുടെ പട്ടിക എടുത്താൽ തന്നെ എല്ലാം ബാറ്റ്സ്മാൻമാരുടെ നമുക്കറിയാം, യുവരാജ് സിംഗും പിന്നെ ദിനേഷ് കാർത്തിക്കും എല്ലാം കൂറ്റിനടികളിലോട്ട് ഇറങ്ങിയ മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ ഒരു മത്സരം മാത്രമാണ് ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നതും, അത് ന്യൂസിലാൻഡിനെതിരെ 2017 തീർച്ചയായും. അന്ന് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി ആയിരുന്നു. കോഹ്ലിയും ധോണിയും ഒന്ന് പൊരുതി നോക്കിയെങ്കിലും ജയിക്കാൻ പറ്റാത്ത പോയൊരു മത്സരം മാത്രമായിരുന്നു. 40 റൺസിന് പരാജയം. അവസാന നിമിഷം ധോണിയായിരുന്നു പൊരുതി നോക്കിയത്. പക്ഷേ ഒന്ന് മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി പറ്റിയില്ല. ഈ നമ്മുടെ രാജ്കോട്ടിലെ മത്സരങ്ങൾ പറയുമ്പം കഴിഞ്ഞ 4 മത്സരങ്ങളും 4 ക്യാപ്റ്റന്മാർക്ക് കീഴിൽ കളിച്ചൊരു ടീമാണ് ഇന്ത്യ. അത് ധോണി കീഴിലും വിരാട്ടിന് കീഴിലും രോഹിത്തിന് കീഴിലും ഋഷഭ് പന്തിന് കീഴിൽ മത്സരം കളിച്ചു. പിന്നെ ഹാർദിക് പാണ്ഡ്യ കീഴിൽ കളിച്ചു. ഇപ്പം സൂര്യകുമാർ യാദവിന് കീഴിൽ കളിക്കാനാണ് വരുന്നത്. അപ്പം ഈ ക്യാപ്റ്റന്മാർക്കെല്ലാം തങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തായാലും ജയം നേടാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു കോൺഫിഡൻസോടെയൊക്കെ ഇറങ്ങുക. ഷമി കൂടി വരുമ്പം, ബിഷ്ണോയ്ക്ക് പകരം ഷമി കൂടി വരുമ്പം ഇന്ത്യയുടെ ബോളിംഗ് നിര ഒന്നുകൂടി മൂർച്ചയേറുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ മത്സരത്തിലും ഓരോ പുതിയ ഹീറോകൾ ജനിക്കപ്പെടുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഇപ്പോൾ ആദ്യ മത്സരത്തിലാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ഒരു പ്രകടനം, രണ്ടാമത്തെ മത്സരത്തിലാണെങ്കിൽ തിലക് വർമ്മയുടെ ഒരു വളരെ ടൈംലി ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് എന്ന് പറയാം. ഭയങ്കര രസമായിട്ടുള്ള ഒരു ഇന്നിങ്സ്. വാഷിംഗ്ടൺ എന്ന് പറഞ്ഞ ഇന്നിങ്സിനെ പിന്നെ ആരും അധികം പൂഴ്ത്തി കണ്ടില്ല. ആ ഒരു ഇന്നിങ്സിനെ 19 ബോൾ ചെറിയ റണ്ണാണ്, ചെറിയ ബോളിലാണ് എടുത്തത്. ഓക്കെ, എല്ലാം സമ്മതിക്കാമെങ്കിലും പക്ഷേ ആ സമയത്ത് ആ വിക്കറ്റുകൾ വീഴാണ്ട് പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയിൽ ആ റണ്ണ് ഉയർത്താൻ വേണ്ടി സുന്ദർ നമ്മുടെ തിലകിന് കൂടി നല്ലൊരു സംഭാവന നൽകിയിട്ടുണ്ട്. അതിന്റെ ഗുണമാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയത്. 2 വിക്കറ്റ് കൂടി പോയിരുന്നെങ്കിൽ കഴിഞ്ഞ കളി നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തോൽക്കാനൊരു മനസ്സില്ലാത്തൊരു ഇന്ത്യൻ ഇതാണ് ഇപ്പൊ ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു യുവനിരയാണ്, ഒരു ടീമാണ്, ഇപ്പോഴത്തെ ഒരു ടീമാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് ടീമിലൊന്നും കാണാൻ പറ്റാത്ത ഊർജ്ജവും ആ ഒരു ജയിക്കാനുള്ള ഒരു ത്വരയും അത് ഈ ടീമിലുണ്ട്. അത് സൂര്യകുമാർ യാദവിന് സംഘത്തിനും അതുണ്ട്. ഇപ്പം ഓരോ താരങ്ങൾ എടുത്ത് വരുമ്പം ഇന്നിങ്സ് ഇപ്പം തിലക് വർമ്മ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയോട് മിന്നും ഫോമിലായിരുന്നു. തിരിച്ചു വന്ന് ഇപ്പോൾ ഈ മത്സരത്തിൽ ആ ഫോം തുടരുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അഭിഷേക് ശർമ്മ അങ്ങനെ തന്നെ, സഞ്ജു സാംസൺ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിലും തിളങ്ങാൻ പറ്റിയില്ല. പക്ഷേ ആദ്യ മത്സരത്തിൽ നല്ലൊരു തുടക്കം ടീമിന് നൽകാൻ പറ്റിയിട്ടുണ്ട്. സഞ്ജുവിന് നാളെ തിളങ്ങാൻ പറ്റുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്ത്യൻ ബാറ്റ്സ്മാരുടെ നിര ഇപ്പം പറഞ്ഞ ഈ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഈ നിര സജ്ജമാണ് എന്തിനും. അത് നാളത്തെ മത്സരത്തിൽ നാളെ ഇപ്പോൾ 200 മുകളിൽ സ്കോർ നമുക്ക് നിശ്ചയമായും പ്രതീക്ഷിക്കാവുന്നതാണ്. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 200 മുകളിലേക്ക് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്താൽ ആ സ്കോർ എത്തുമെന്ന് ഉറപ്പാണ്. ഇംഗ്ലണ്ടാണ് ബാറ്റ് ചെയ്യുന്നതിലും ഇന്ത്യക്ക് പിന്നെ റൺ ചെയ്ത് പിടിക്കാൻ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിനുള്ള കഴിവ് ഇന്ത്യൻ ഒരു സ്ട്രെങ്ത് ഉള്ള ബാറ്റിംഗ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. ഇപ്പോൾ ഇത് ആദ്യം ബാറ്റ് ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ ഈ പിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോസും വളരെ ക്രൂഷ്യലാണ്. അതായത് ആദ്യം ബാറ്റ് ചെയ്ത ടീമിന് ഒരു മുൻതൂക്കം കണ്ടിട്ട് ഇതുവരെയുള്ള റിസൾട്ട് നോക്കി കഴിഞ്ഞാലുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ത്യൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ യുവനിര എന്ന് പറയുമ്പോൾ ആദ്യ മത്സരത്തിൽ അഭിഷേക് ശർമ്മ വളരെ ഫോമിലായി, തിലക് വർമ്മ രണ്ടാമത്തെ മത്സരത്തിൽ ഫോമിലായി. അതായത് ഇംഗ്ലണ്ടിന് മനസ്സിലാകാത്ത രീതിയിലുള്ള, അതായത് താരത്തെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പൊ ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഫോമിലേക്ക് എത്തുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളും ഇതുവരെയുള്ള സാഹചര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് അത്തരത്തിലൊരു ഇത് സംസാരിച്ചത്. പക്ഷെ വീണ്ടും ആ ഒരു ചെന്നൈയിലെ ദുർഭൂതം, അതെ നമുക്കറിയാം ആർച്ചറാണ് സഞ്ജുവിന്റെ വിക്കറ്റ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ എടുക്കുന്നത് എന്നുള്ളത്. അത് സഞ്ജുവിന് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സഞ്ജുവിന് IPL കളിച്ചൊരു താരം കൂടിയാണ് ആർച്ചർ. സഞ്ജുവിന്റെ ടെക്നിക്ക് ചിലപ്പോൾ ആർച്ചറിനെ കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും നമുക്ക് ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടത്. പക്ഷെ അഗ്രസീവായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് സഞ്ജുവിന്റെ ഒരു പിന്നെ ശൈലി അതാണ്, കളി ശൈലി തന്നെയാണ്, അഗ്രസീവ്നെസ് തന്നെയാണ്. അത് തന്നെയാണ് സഞ്ജുവിന്റെ വിജയം. അത് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഓപ്പണർ എന്ന നിലയിലും ഒരു ഇന്ത്യൻ താരം സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിനോട് സ്വന്തം ശൈലി കളിക്കാനാണ് ഇന്ത്യൻ ടീം ആവശ്യപ്പെടുന്നത്. ആ ശൈലി തന്നെയാണ്. അത് മാറ്റിയിട്ട് ഒരു സഞ്ജുവിനെ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാര്യമുണ്ടോ എന്ന് എനിക്ക്. ഒന്നാമത് T20 ആണ്, ആക്രമണം അല്ലാണ്ട് വേറൊരു ഉപാധി അവിടെ ഇല്ല. അത് അടിക്കുക പിടിച്ചു. പക്ഷേ നമ്മളീ പറയുമ്പോൾ വിക്കറ്റ് വലിച്ചെറിയുന്നതിൽ ഒരു ഇത് സ്ഥിരതയില്ലെങ്കിൽ, വിക്കറ്റ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ പിന്നെ സ്ഥാനം വീണ്ടും ചോദ്യം ചെയ്യപ്പെട്ടേക്കും. അതുകൊണ്ട് അതുകൂടി സഞ്ജുവിന് മനസ്സിലുണ്ടാവണം എന്നുള്ളൊരു ഇതുണ്ട്. അത് സഞ്ജു ഓക്കെയാണ്. നാളെ ദിവസം നമുക്ക് കാണാം സഞ്ജുവിനും തിളങ്ങാൻ പറ്റും. സഞ്ജു അഭിഷേക് ശർമ്മ കൂടി മികച്ച തുടക്കം നൽകും. അത് തിലകും പിന്നെ സൂര്യകുമാർ യാദവും ഏറ്റെടുക്കും. സൂര്യകുമാർ യാദവ് നമ്മൾ ഈ പറഞ്ഞ പോലെ 2 കളിലധികം ഫോമാവാൻ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലധികം ഫോമാവാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ 360 ആണ് അദ്ദേഹത്തിന്റെ കഴിവിൽ യാതൊരു സംശയമില്ലാത്തതാണ്. 2020 ഒരു രാജാവ് തന്നെ നമുക്കിപ്പം പറയാൻ പറ്റും 2020 ഫോർമാറ്റിൽ. അപ്പോൾ അത് നാളെ സൂര്യകുമാർ യാദവ് എന്തായാലും പുറത്തെടുക്കും. തൻ്റെ കഴിഞ്ഞ മത്സരത്തിൽ രാജ്കോട്ടിൽ നിർത്തിയെടുത്ത്, ശ്രീലങ്കയോടുള്ള മത്സരത്തിലല്ലേ കഴിഞ്ഞ മത്സരത്തിൽ, അത് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാൻ വേണ്ടി സൂര്യകുമാർ യാദവ് രാജ്കോട്ടിലെ കഴിഞ്ഞ ലാസ്റ്റ് മത്സരമാണ് പറഞ്ഞത് ശ്രീലങ്കയോടുള്ളത്. അപ്പോൾ അതൊന്ന് തുടരാൻ തന്നെ സൂര്യകുമാർ യാദവിന് പറ്റിയേക്കും. അതെ, പിന്നെ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ രാജ്കോട്ടിലെ പിച്ചിലെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കുറവ് ഡിഫെൻഡ് ചെയ്യപ്പെട്ട ഏറ്റവും കുറഞ്ഞ സ്കോർ ഇന്ത്യയുടെ 169 റൺസാണ്. ആ മത്സരം 2022 നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക
87 റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്ത് ലോസ്റ്റ് മൈതാനത്തെ ലോസ്റ്റ് ടോട്ടൽ അതാണ്. പിന്നെ അതേസമയം 2013 ഇന്ത്യ 202 റൺസ് ചേസ് ചെയ്തിട്ട് അവിടെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആണ് ഈ രണ്ട് റിസൾട്ട് ഉള്ളത്, രണ്ട് തരത്തിലുള്ള റിസൾട്ട് ഉള്ളത്. അതായത് 200 റൺസിന്റെ മുകളിൽ ഇന്ത്യ സ്കോർ ചെയ്ത മത്സരം, അതിന്റെ തൊട്ട് മുന്നേ 169 ഒരു ഏറ്റവും അതായത് കുറഞ്ഞ ഡിഫെൻഡ് ചെയ്യപ്പെട്ട സ്കോറായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു തരത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഇനി പ്രതീക്ഷിക്കാമോ, അതോ ബാറ്റേഴ്സിനുള്ള ഒരു നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് പിച്ചിൽ കളി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്പിന്നർമാർക്കുള്ള അനുകൂലമായ ഒരു പിച്ചാണ്. പക്ഷേ ബാറ്റ്സ്മാൻമാർക്കാണ് തുടക്കം കിട്ടുന്നത്. ആ ഒരു മികച്ച തുടക്കം മുതലാക്കാനായാലും ഇപ്പം നമുക്ക് പറയുമ്പോൾ ഇന്ത്യക്കാണ് ഫസ്റ്റ് ബാറ്റെങ്കിൽ ആർച്ചറിനാണ് ഈ സഞ്ജുവും അഭിഷേകും നേരിടേണ്ടത്. അപ്പോൾ സഞ്ജുവും ആർച്ചറും തമ്മിലുള്ള ഇത് പിന്നെ മുഖാമുഖം വരുമ്പോൾ എന്തായിരിക്കുന്നതിലാണ് കളിയുടെ ഒരു ടേണിംഗ് പോയിന്റായി മാറുക. സഞ്ജുവിന് ആർച്ചറെ മറികടക്കാൻ പറ്റിയാൽ മത്സരത്തിൽ നല്ലൊരു സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സഞ്ജു വീണാൽ തന്നെ അഭിഷേക് ഉണ്ട്, തിലക് ഉണ്ട്. ഈ ആദ്യത്തെ ഒരു 4 വിക്കറ്റോളം ഇന്ത്യക്ക് നിർണായകമാണ്. ആ സ്കോർ എത്ര ഉയരുന്നുവോ അതനുസരിച്ചും ബാക്കി ബാറ്റിംഗ് നിൽക്കുന്നത്. അക്സർ പട്ടേലും പിന്നെ പുറകിൽ ഇറങ്ങാനുണ്ട്, റൺസ് ഉയർത്താൻ പറ്റുന്ന താരങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യക്ക് ബാറ്റിംഗിൽ വലിയ ടെൻഷൻ തോന്നുന്നില്ല. കാരണം മികച്ചൊരു സ്കോർ തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ബാറ്റാണെങ്കിൽ 200 മുകളിലൊരു സ്കോർ ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം. അതിന് സെക്കൻഡ് ബാറ്റായി കൂടി പിന്നെ ഒരു 200 റേഞ്ചിൽ സ്കോർ പിന്തുടരാൻ പറ്റിയൊരു ഡെപ്ത് ബാറ്റിംഗ് നിരക്ക് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബോളർമാരുടെ കാര്യമാണ്. ഇപ്പോൾ രവി ബിഷ്ണോയ് മാറിയിട്ട് മുഹമ്മദ് ഷമി വരാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്, സാധ്യത കാണുന്നുണ്ടായിരുന്നു. അതെ. പിന്നെ മറ്റൊരു കാര്യം അർഷ്ദീപാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ പേസ് ബോളിങ്ങിനെ നയിക്കുന്നത്. തൊട്ട് മുന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ അർഷ്ദീപ് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ മത്സരത്തിൽ. അപ്പോൾ അവരുടെ ഒരു പ്രകടനം എങ്ങനെ ഉണ്ടാവും? അർഷ്ദീപ് ഇപ്പം T20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ സൂപ്പർ താരം അർഷ്ദീപ് ബോളറായിട്ട് മാറുന്നുണ്ട്. അപ്പം അർഷ്ദീപിന്റെ ഒരു നല്ല പിച്ച് കൂടിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ആ ഒരു പേസിനെ തുണക്കാത്തൊരു പിച്ച്, ബാറ്റ്സ്മാരെ തുണക്കുന്ന ഒരു പിച്ചിൽ 3 വിക്കറ്റ് ലാസ്റ്റ് മത്സരം രാജ്കോട്ട് നേടിയ താരമാണ്. അപ്പം നാളെ അത് തുടർന്ന് അദ്ദേഹം മികച്ച ഫോമിലാണ് ഇപ്പോൾ അർഷ്ദീപ് ഉള്ളത്, അതിൽ സംശയമൊന്നുമില്ല. ഹാർദിക്കും അങ്ങനെ തന്നെയാണ്. ഹാർദിക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ ക്യാപ്റ്റൻസിയിലാണ് കഴിഞ്ഞ 2 വിക്കറ്റ് വീഴ്ത്തിയത്. പക്ഷേ അദ്ദേഹം ക്യാപ്റ്റൻസി ഇല്ലെങ്കിൽ പിന്നെ കളി ഫോം ഔട്ട് ആവുന്ന താരമൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ലോകകപ്പ് ഉൾപ്പെടെ എല്ലാവരും കാണുന്നതാണത്. അപ്പം ഹാർദിക് തൻ്റെ കഴിവിന് പരമാവധി പുറത്തെടുക്കും, റൺസ് വിട്ടുകൊടുക്കാനും. കഴിഞ്ഞ കളി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ടീമിൽ 10 എക്കണോമി കഴിഞ്ഞ മത്സരത്തിൽ 4 ഓവറിൽ 40 റണ്ണാണ് അർഷ്ദീപിനെടുത്ത്, കുറച്ചധികം റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു പിച്ചിന്റെ ഒരു സ്വഭാവം വെച്ച് മാത്രമാണ്. ഇപ്പം നമുക്ക് ആർച്ചറിനെ പോലുള്ള ഒരു താരം റൺസ് വാങ്ങി അത് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ ആർച്ചർ പറഞ്ഞ പോലെ 40 റണ്ണും 60 റണ്ണും ഒക്കെ പിന്നെ ഇന്ത്യ വീഴ്ത്തുന്നൊക്കെ പറഞ്ഞ ഉത്തരവില്ലാതെ പോയി മത്സരം. പിന്നെ അത് മാത്രമല്ല, വേറൊരു രസകരമായ ഒരു മൂവ്മെന്റ് കൂടി നമ്മൾ എടുത്തു പറയേണ്ട സാധനമുണ്ട്. ഹാരി ബ്രൂക്ക് ആദ്യ മത്സരത്തിൽ ഒരു സ്മോഗ് അതുകൊണ്ടാണ് കളിക്കാൻ പറ്റുന്നത്. പക്ഷെ രണ്ടാമത്തെ മത്സരത്തിൽ ഇതേ വിക്കറ്റ് വീഴ്ത്തിയതിനു ശേഷം ആ ഒരു ഇന്ത്യൻ ബോളറുടെ ഒരു നോട്ടം കൃത്യമായിട്ട് അതിനകത്ത് കളി കഴിഞ്ഞ ശേഷം നമ്മൾ പറയും കണ്ട ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് ഇട്ടായി ബോൾ കാണുന്നില്ല പറയാൻ വൈകിട്ട് പറയുന്ന പോലെ കാണാനുള്ളത്. കാരണം ആ പിച്ചിലാണ് ഇന്ത്യ മാറ്റിയത് നമ്മൾ ഓർക്കണം. ആ സ്മോഗിലെ പിച്ച് തന്നെയാണ്, അതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ അത് പറയുന്ന പോലെ ഇനിയിപ്പം ഈ നാളത്തേക്ക് ഇപ്പം ആർച്ചർ ഇന്നും നാളെ രാവിലെ എന്തെങ്കിലും വെടിപിടിക്കാൻ സാധ്യതയുണ്ട്. ആർച്ചർ അങ്ങനെ തന്നെയാണ്, നേരത്തെ എന്തെങ്കിലും പറയാറുണ്ട്. പക്ഷേ ആർച്ചറിൻ്റെ പ്രചരണങ്ങൾ ഫലിക്കാതെ പോകാറില്ല ചരിത്രം. പക്ഷേ ഇന്നലെ അത് കഴിഞ്ഞ മത്സരത്തിൽ അത് തീരെ നടന്നില്ല. അപ്പോൾ നാളത്തെ മത്സരം പിന്നെ നമുക്ക് പറയുമ്പോൾ അക്സർ പട്ടേൽ ഈ പിന്നെ രാജ്കോട്ടിലെ പിച്ചിൽ കഴിഞ്ഞ 2-3 മത്സരങ്ങളിലൊക്കെ വിക്കറ്റ് വീഴ്ത്തിയത് താരാണ് അക്സർ പട്ടേൽ. ബാറ്റ് കൊണ്ടും താരം സംഭാവന ചെയ്യുന്നുണ്ട് ഇപ്പം ടീമിന്. അപ്പം അക്സർ പട്ടേലിനും നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, പിന്നെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ ആകുമ്പോൾ നമ്മൾ ഇന്ത്യൻ ടീമിന് ബോളിംഗ് നിരയും സ്ട്രെങ്താണ് നമുക്കറിയാം. അപ്പം 3-0 നാളെ തന്നെ പരമ്പര തൂക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ 2 മത്സരങ്ങൾ ഇന്ത്യ ജയിച്ച ഒരു ആധിപത്യം ഇന്ത്യക്ക് ഉണ്ട്, ആത്മവിശ്വാസം ഉണ്ട്. അത് മാത്രമല്ല, ഈ 3ാമത്തെ മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ പരമ്പര കിട്ടുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് വരികയും ഇന്ത്യ ഒരു സമ്പൂർണ്ണമായ ഒരു ആധിപത്യം ഇംഗ്ലണ്ടിന് മേലെ സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ച മത്സരം തന്നെ രാജ്കോട്ടിൽ പ്രതീക്ഷിക്കാം. ഇപ്പൊ അഭിഷേക് ശർമ്മയും അതുപോലെ തിലക് വർമ്മയും പോലെ മറ്റൊരു ഹീറോ, അതെ, ആരെങ്കിലും ഒരു ഹീറോ ഇന്ത്യക്ക് ഉണ്ടാകും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹാരി ബ്രൂക്കിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുക കണ്ടേ അടങ്ങും ഒരു അവസ്ഥയും കൂടിയുണ്ട്. അപ്പൊ എന്തായാലും മികച്ചൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.